പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപാണ് വെർജിൻ ഐലാൻഡ്. ആ ദ്വീപ് ഭരിക്കുന്നതും അവിടെ ജീവിക്കുന്നതും എല്ലാം പെണ്ണുങ്ങൾ മാത്രമാണ്. അവിടെ ഒരു ആൺ പോലുമില്ല. അതുകൊണ്ടാണ് ഈ ദ്വീപിന് വെർജിൻ ഐലാൻഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഈ ദ്വീപ് ആളുകൾ തേടാനും പ്രശസ്തിയാവാനും കാരണം ഇതൊന്നുമല്ല, അവർ കഴിക്കുന്ന ആ വിശിഷ്ട വിത്താണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് 10 വർഷത്തിൽ 10 വയസ്സാകും. എന്നാൽ ഇവിടെയുള്ളവർക്ക്, ഈ വിശിഷ്ട വിത്ത് കഴിക്കുന്നവർക്ക് 10 വർഷത്തിൽ 1 വയസ്സ് മാത്രമേ ആകൂ. അതായത് ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളും വളരെ യങ്ങാണ്. ഈ ദ്വീപിലേക്ക് ഒരു പയ്യൻ എത്തിപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നെല്ലാം വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് റബൽ ഇസ്ലാം മുജരിസ്. വെൽക്കം ടു മല്ലു ട്രാൻസ്ലേറ്റർ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വിശിഷ്ടമായ വിത്തിനെ കുറിച്ച് പുറം ലോകം അറിയുന്നു. എല്ലാവരും ഇത് കഴിക്കാൻ ആഗ്രഹമായി. അതിലൊരാളായിരുന്നു മിസ്റ്റർ സാങ്കോ. ഇവനും എങ്ങനെയെങ്കിലും പ്രായം കുറയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയാൽ കുറഞ്ഞത് 300 വർഷമെങ്കിലും ജീവിക്കാനെന്ന് അവൻ കണക്കൂട്ടുന്നു. ശേഷം ആ ദ്വീപ് കണ്ടെത്താൻ വേണ്ടി, ആ വിശിഷ്ട വിത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവനൊരു ടീം ഉണ്ടാക്കി അയക്കുന്നു. ഇക്കാര്യം നമ്മുടെ നായകൻ വാങ് അറിയുന്നു. എന്നാൽ വാങ്ങിന് ആ ദ്വീപുമായി ഒരു ബന്ധമുണ്ട്. ആ ദ്വീപ് കണ്ടെത്താനായി ഇന്നേ വരെ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. ബട്ട് വാങ്ങിൻ്റെ അച്ഛൻ ആ ദ്വീപ് കണ്ടെത്തുകയും അവിടെയുള്ള പെണ്ണുങ്ങളെ കണ്ട് ആ ദ്വീപിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തൻ്റെ അച്ഛന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവൻ ആ ദ്വീപിൽ പോകണമെന്നുണ്ട്. എല്ലാവരും ആ ദ്വീപിൽ പോകുന്നത് അവിടെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനും ആ വിശിഷ്ടമായ വിത്ത് കഴിക്കാനുമാണ്. എന്നാൽ അച്ഛനെ തേടി പോകുന്നത് നമ്മുടെ വാങ്ക് മാത്രമായിരുന്നു. എന്നാൽ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള പണം അവൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് മിസ്റ്റർ സാങ്കോയുടെ വെബ് ആഡ് കാണുന്നത്. വെർജിൻ ദ്വീപ് കണ്ടെത്താൻ സഹായിക്കുന്ന എല്ലാവർക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്. പോകാനുള്ള ചിലവും കമ്പനി വഹിക്കുമെന്നല്ല. അത് കണ്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. എന്നാൽ അവർ ഉദ്ദേശിച്ചത് സ്വന്തം ചെലവിൽ ദ്വീപ് കണ്ടെത്തുക. ദ്വീപ് കണ്ടെത്തി കഴിഞ്ഞാൽ മുഴുവൻ പണവും റീഫണ്ട് ചെയ്യുമെന്നാണ്. അങ്ങനെ കുറച്ച് ക്യാഷ് തട്ടിക്കൂട്ടി നമ്മുടെ ഹീറോ ആയ ബാങ്കും ആ ദ്വീപ് കണ്ടെത്താൻ തീരുമാനിച്ചു. അന്നേരം കടലിനെ കുറിച്ച് പഠിച്ച ആളാണെന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ടും അവൻ്റെ കൂടെ കൂടുന്നു. പോകാൻ നേരം കമ്പനിയുടെ ആൾ വന്ന് GPS ട്രാക്കർ കൊടുക്കുന്നു. ഇതെപ്പോഴും ഓണായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടൂ എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ യാത്ര തുടങ്ങുന്നു. 5-6 ദിവസം വളരെ സന്തോഷത്തോടുകൂടെ പോയി. 60 ദിവസമായി അവർ എങ്ങും എത്തിയില്ല. അവരുടെ പ്രതീക്ഷ കുറഞ്ഞു തുടങ്ങി. ഒടുവിൽ അവരുടെ ആഹാരം തീർന്നു തുടങ്ങി. അവസാനം 2 മാസം കഴിഞ്ഞു. ഒരു ദിവസം നമ്മുടെ ഹീറോ GPS ട്രാക്കർ നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അവനാകെ വിഷമിച്ചു. ക്യാഷ് റീഫണ്ട് കിട്ടില്ലല്ലോ ദൈവമേ എന്നെല്ലാം ആലോചിച്ച് കിടക്കുമ്പോൾ കുറേ പറവകൾ പറക്കുന്നു. അതിലൊരു പറവ അവൻ്റെ മേൽ കാഷ്ടിക്കുന്നു. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, ഈ പറവകൾ കുറേ പറക്കാൻ ചാൻസ് ഇല്ല, സോ ഇവിടെ ഒരു ദ്വീപ് ഉണ്ടാവുമെന്ന്. അവൻ ആ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോൾ ഒരു ദ്വീപ് കാണുന്നു. അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാകുന്നു. എങ്കിലും വിധി വേറെ പോലെയായിരുന്നു. ദ്വീപിൽ പോകാതെ തടയുന്ന ഒരു കൂറ്റൻ തിരമാല ഇവരെയും തടയുന്നു. അവസാനം ബോട്ട് ഉപേക്ഷിച്ച് അവർ നീന്തുന്നു. തിരമാലയിൽപ്പെട്ട് ദിശ തെറ്റി ബോധം പോയി. അവസാനം അവർ ഒരു ദ്വീപിലെത്തിപ്പെടുന്നു. അവിടെ കുറേ പെണ്ണുങ്ങൾ അമ്പും വില്ലും എടുത്ത് അവരെ വളയുന്നു. മയക്കത്തിൽ അവർ ഞങ്ങൾ വെർജിൻ ഐലാൻഡിൽ എത്തിയെന്ന് ചോദിക്കുന്നു. അതൊന്നും കേൾക്കാതെ അവർ ദേഷ്യത്തോടെ അവരെ ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്നു. ശേഷം അവരെ കൊണ്ടുപോയി വിചാരണ ചെയ്യുന്നു. ശേഷം മരം കൊണ്ട് നിർമ്മിച്ചൊരു കൂട്ടിൽ അവരെ അടച്ചു വെക്കുന്നു. അന്നേരം അവരുടെ രാജ്ഞി അവിടെ എത്തുന്നു. അവർ ചോദിക്കുന്നു, കഴിഞ്ഞ 500 വർഷമായി 4-5 പേരാണ് ഇവിടെ വന്നത്. അവർ വലിയ സ്വിമ്മിംഗ് എക്സ്പേർട്ട് ആയിരുന്നു. നിങ്ങൾ ചെറിയ പയ്യന്മാരാണല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നല്ല. അങ്ങനെ രാത്രി കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് കൂട് പൊളിച്ച് അവർ രക്ഷപ്പെടുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും. ബട്ട് അവർ ചെന്നുപെടുന്നതോ മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന കെണിയിലായിരുന്നു. അന്നേരം നായകൻ വഴിതെറ്റി ഒരു വീട്ടിലെത്തുന്നു. അവിടെ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നു. അവളെ കണ്ടതും അവൻ ആ ഒളിത്താവളം മാറ്റുന്നു. ബട്ട് അവൾ കുളിക്കുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ അന്നേരം നമ്മുടെ സുന്ദരിയായ ഹീറോയിൻ കുളിക്കാൻ വരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന നേരം എല്ലാവരും കൂടി അവനെ പിടികൂടുന്നു. ഹീറോയുടെ ഫ്രണ്ടും അതിൽ കയറി കൊടുക്കുന്നു. അവരുടെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ടും അവർ കുളിക്കുന്നിടത്ത് പ്രവേശിച്ചതുകൊണ്ടും അവരുടെ രാജ്ഞി ഇവർക്ക് രണ്ടുപേർക്കും മരണശിക്ഷ വിധിക്കുന്നു. ശേഷം രാജ്ഞി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നമ്മുടെ ഹീറോ വിശദീകരിക്കുന്നു, എൻ്റെ അച്ഛൻ ഈ ദ്വീപ് തേടി വന്നിരുന്നു. അവരെ കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നതെന്ന്. രാജ്ഞി പറയുന്നു, നിന്റെ അച്ഛൻ ഞങ്ങളെ പറ്റിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട ആളാണ്. അയാളെ കണ്ടാൽ ഞാൻ തന്നെ കൊല്ലുമെന്ന്. അങ്ങനെ അവരെ ആ മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിടാൻ വേണ്ടി കുളിപ്പിക്കാൻ ഒരു ഭരണിയിൽ അടച്ചു വെക്കുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ അവരുടെ കെട്ടയച്ചു. ബട്ട് അവർ ഓടിപ്പോയി വീണ്ടും കെണിയിൽ കൊടുക്കും. ശേഷം പിടിക്കപ്പെടുന്നു. അവരെ ആ മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ഗ്രില്ലടിക്കാമെന്ന് പറയുന്നു. ശേഷം മസാലയും റെഡിയാക്കുന്നു. തീയും കത്തിച്ച് റെഡിയായി നിൽക്കുന്നേരം ഒരു പെൺകുട്ടി ഓടി വന്ന് പറയുന്നു, ഒരാൾ കടലിൽ വീണു, രക്ഷിക്കണമെന്നല്ല. പെണ്ണുങ്ങളെല്ലാം അവരെ രക്ഷിക്കാൻ പോയ സമയം നമ്മുടെ ഹീറോയും ഫ്രണ്ടും രക്ഷപ്പെടുന്നു. ബട്ട് ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് നമ്മുടെ ഹീറോ പോയി അവളെ രക്ഷിക്കുന്നു. അങ്ങനെ അവരെ വീണ്ടും വിചാരണക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് അവിടെയും അവർ കുടുങ്ങുന്നു.
കാരണം അവരെ കെട്ടിയിട്ട ആ മരം കത്തിപ്പോയി. അതവരുടെ ദൈവമായിരുന്നു. ആ മരം കത്തി നശിപ്പിച്ചതുകൊണ്ട് ഇവരെ കൊല്ലണമെന്ന് രാജ്ഞി പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കാരണം ഇവർക്ക് 3 മാസം ടൈം കൊടുക്കുന്നു രാജ്ഞി. അതിനുള്ളിൽ ആ മരം ശരിയായില്ലെങ്കിൽ ഇവരെ ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞ് രാജ്ഞി അവിടെ നിന്ന് പോകുന്നു. അവരും ആ മരത്തിനെ വെള്ളം ഒഴിച്ചു കൊടുത്തും മറ്റും സംരക്ഷിക്കുന്നു. അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും അവർ കയ്യിലെടുക്കുന്നു. കടയിൽ നിന്ന് രക്ഷിച്ച പെണ്ണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിനെ സെറ്റാക്കാൻ നോക്കുന്നുമുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലോ നമ്മുടെ ഹീറോയിനെ കൊത്താൻ വന്ന പാമ്പിൽ നിന്നും അവളെ രക്ഷിക്കുന്നു. നമ്മുടെ ഹീറോയിന് ചെറിയൊരു ഇഷ്ടം തോന്നി നിൽക്കുന്ന സമയം അവിടെയുള്ള ആ മരത്തിൽ ഇലകൾ മുളക്കാൻ തുടങ്ങി. ആ പെൺകുട്ടികളുടെ കൂട്ടത്തിനും വലിയ സന്തോഷരാവായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ഹീറോയിനും കടപ്പുറത്ത് കൂടെ സംസാരിച്ച് നടക്കുന്നു. അവരവരുടെ ദ്വീപിനെ കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈ ദ്വീപ് മുഴുവൻ പെണ്ണുങ്ങളായത് കാരണം എല്ലാവരും പിശാചുക്കളാണെന്ന് പറഞ്ഞ് പുറം ലോകം അവരെ മുദ്രകുത്തി. ഇവർക്ക് പാത്തനോജനിസ് എന്ന മുറയിൽ സ്വയം പ്രസവിക്കാൻ കഴിയും. അതായത് ദിനോസറിന്റെ അതേ ടൈപ്പ്. ആണുങ്ങൾ ആവശ്യമില്ല. അവരുടെ കയ്യിലുള്ള ആ വിത്തുണ്ടല്ലോ, അതാണ് അവർക്ക് നീണ്ട ആയുസ് നൽകുന്നത്. അത് മനസ്സിലാക്കിയ അടുത്ത ദ്വീപിലുള്ള ആളുകൾ അവിടെയുള്ള ആ വിശിഷ്ട വിത്ത് കിട്ടാൻ വേണ്ടിയും അവരുടെ ദ്വീപ് കൊള്ളയടിച്ചു. അവരെയെല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. അന്നേരം രാജകുമാരി ഒരു കുട്ടിയുടെ കയ്യിൽ ആ വിത്ത് കൊടുത്ത് ഓടി ഒളിക്കാൻ പറഞ്ഞു. തൻ്റെ കുടുംബം നശിക്കുന്നത് കണ്ട് അവൾ ഓടി ആരും കാണാതെ കടലിൽ നീന്തി. അങ്ങനെ അവൾ ഒരാൾ താമസമില്ലാത്ത ദ്വീപിലെത്തി. അതാണ് ഈ വെർജിൻ ഐലാൻഡ്. അവൾ സ്വയം പ്രസവിച്ചു വലിയ കൂട്ടുകുടുംബമായി വളർന്നു. ആ വിത്ത് സംരക്ഷിച്ചു. ആ വിത്ത് വിതച്ച് ആയുസ്സും നിലനിർത്തി. അവളാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാജ്ഞി എന്ന് പറയുന്നു. ശേഷം നമ്മുടെ ഹീറോ അവൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി. അവിടെ നിന്ന് അച്ഛൻ്റെ ഡയറി കണ്ടെത്തുന്നു. അതിൽ അയാൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആ വിശിഷ്ട വിത്താണ് ഇവർക്കിവിടെ രക്ഷ നൽകുന്നത്. ഞാൻ ഈ ദ്വീപ് കണ്ടെത്തി. ആരെങ്കിലും ഇതറിഞ്ഞാൽ ഈ ദ്വീപ് നശിക്കും. ആകെയുള്ള സങ്കടം മകനെ കാണാൻ കഴിയില്ലല്ലോ എന്നാണ്. അത് വായിച്ച് അവനും സങ്കടം വന്നു. നേരാണ് നമ്മുടെ ഹീറോക്ക് ഓർമ്മ വന്നത് അവൻ്റെ കയ്യിലുള്ള GPS ട്രാക്കറിനെ കുറിച്ച്. ഓടിപ്പോയി അവൻ GPS ട്രാക്കർ എടുത്ത് അത് തല്ലി ഓടിക്കുന്നു. അന്നേരം അതിൽ നിന്നൊരു സിഗ്നൽ പോയി. ആ സിഗ്നൽ നമ്മുടെ മിസ്റ്റർ സാങ്കോക്ക് കിട്ടുന്നു. അദ്ദേഹം ദ്വീപ് തേടി പുറപ്പെടുന്നു. അത് മനസ്സിലാക്കിയ ഹീറോ രാജ്ഞിയോട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ദ്വീപ് വിടണം, നിങ്ങളെ നശിപ്പിക്കാൻ ഒരു കൂട്ടം വരുന്നുണ്ട് എന്ന് പറയുന്നു. ബട്ട് അവർക്ക് ഈ ദ്വീപ് വിട്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും മിസ്റ്റർ സാങ്കോൺ ടീമും അവിടെ എത്തി. അയാൾ 4 പേരെ അയക്കുന്നു. അവർ കയറും മറ്റും എടുത്ത് ദ്വീപിലെത്തുന്നു. നമ്മുടെ പെണ്ണുങ്ങൾ അവർക്ക് മദ്യം വിളമ്പിയും അവരെ ബോധരഹിതയാക്കുന്നു. പോയവരെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് മനസ്സിലാക്കിയ മിസ്റ്റർ സാങ്കോ ദ്വീപിൽ വരുന്നു. അന്നേരം നമ്മുടെ ഹീറോ ഓടി വന്ന് മിസ്റ്റർ സാങ്കോയോട് പറയുന്നു, ഇതാ ദ്വീപല്ല. ബട്ട് അയാൾ ഇവനേക്കാളും വലിയ കള്ളനാണല്ലോ. എല്ലാ പെണ്ണുങ്ങളെയും നമ്മുടെ ഹീറോയും ചേർത്ത് അദ്ദേഹം ബന്ദിയാക്കുന്നു. ശേഷം രാജ്ഞിയെ ഭീഷണിപ്പെടുത്തുന്നു. ആ വിശിഷ്ട വിത്ത് എനിക്ക് നൽകൂ, നിങ്ങളെല്ലാവരെയും കൊല്ലാതെ വിടാമെന്ന് പറയുന്നു. അങ്ങനെ അവരെയും കൂട്ടി ആ ദ്വീപിൽ ആ വിത്തുള്ള സ്ഥലം തേടി പോകുന്നു. അങ്ങനെ പോകുന്നേരം നമ്മുടെ പെണ്ണുങ്ങൾ കെട്ടഴിച്ച് മിസ്റ്റർ സാങ്കോയുടെ ടീമിനെ ആക്രമിക്കും. ബട്ട് നമ്മുടെ ഹീറോയുടെ കഴുത്തിൽ മിസ്റ്റർ സാങ്കോ ബോംബ് വെച്ചിട്ടുണ്ടാവും. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാവുമെന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരെയും ബന്ദികളാക്കി മിസ്റ്റർ സാങ്കോയെ ആക്രമിക്കുന്നു. ഹീറോയുടെ കഴുത്തിലുള്ള ബോംബ് അന്നേരം ആക്ടിവേറ്റ് ആകുന്നു. അതിൽ 30 സെക്കൻഡ് കാണിക്കുന്നു. ബോംബ് ഡീആക്ടിവേറ്റ് ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ കടലിലേക്ക് ഓടുന്നു. ഞാൻ കാരണം ഈ ദ്വീപ് നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ അതേ ശബ്ദം അവനും എടുത്ത് ഓടിപ്പോയി ആ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. ബോംബ് പൊട്ടി ആ കടലിലെ വെള്ളം മുകളിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിനും പൊട്ടിക്കരയുന്നു. എല്ലാവരും ഇത് കണ്ട് കൂട്ടക്കരച്ചിലാകും അന്നേരം. അങ്ങനെ ഫിലിം അവസാനിക്കുന്നു. ശേഷം പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നായകനെ വീണ്ടും ജീവൻ വരുന്നതായി കാണിക്കുന്നു. ഈ ദ്വീപിന് വേറെയും പവേഴ്സ് ഉണ്ടെന്ന് കാണിച്ചാണ് ഈ സിനിമയുടെ അവസാനം. വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്